ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗായ്സ്, ഞാൻ കുറേ ദിവസമായി ബ്ലോഗ് ഇട്ടിട്ട്, അപ്പൊ ഇന്നൊരു ബ്ലോഗ് ഇടാന്ന് വിചാരിച്ച്. അപ്പൊ ഗായ്സ്, ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് എനിക്ക് ഏറ്റവും വലിയ സന്തോഷപ്പെട്ട ഒരു ദിവസമാണ്. കാരണം വെച്ചാൽ എൻ്റെ ഫാൻ ബോയ്, നിങ്ങൾക്കറിയാലോ എൻ്റെ ഫാൻ ആരാന്ന് ഫുട്ബോൾ ലോകത്ത്. ഞാൻ ഫുട്ബോൾ ഭ്രാന്തനാണെന്ന് എങ്കിലും പറയാം, എന്നാലും ഞാൻ മെസ്സി ഫാനാണ്. അപ്പൊ ഇന്ന് മെസ്സി ഇന്ന് കളത്തിലിറങ്ങിയ ദിവസമാണ്. കളത്തിലിറങ്ങിയത് മാത്രമല്ല, ആ കളിയിൽ ഗോളും അടിച്ച് ക്ലബ് അമേരിക്കക്കെതിരെ മെസ്സി ഗോളടിച്ച് ആ സന്തോഷത്തിലാണ് ഞാൻ. അപ്പോ എന്താ പറയാ, ഞാൻ കളി കണ്ടിന്. ആക്രമിച്ച് കളിച്ചതൊക്കെ ക്ലബ് അമേരിക്ക തന്നെയാണ്. എന്നാലും നമ്മളെ ഇന്റർ മിയാമി മെസ്സിയുടെ ക്ലബ്ബ് ജയിച്ചല്ലോ, അതന്നെ ഒരു നല്ല സന്തോഷമാണ്. ആദ്യ പ്രീ സീസൺ മാച്ചിൽ തന്നെ നമ്മുടെ മെസ്സി ഗോളടിച്ച് ഇന്റർ മിയാമി വിജയിച്ചു. അത് എനിക്ക് അതിയായ സന്തോഷമാണ്. അതൊക്കെ അടുത്ത പ്രീ സീസൺ മാച്ച് വരുന്നത് 30-ാം തീയതിയാണ്, വ്യാഴാഴ്ച. അപ്പോൾ ആ മാച്ചിന് ഞാൻ ഇനി കാത്തിക്കാണ് അടുത്ത മെസ്സിയുടെ മാജിക്കൽ പ്രകടനം കാണാൻ. അപ്പൊ ഈ കളിയൊക്കെ ഞാൻ കണ്ടതാണ്. ആക്രമിച്ച് കളിച്ചത് തന്നെ ക്ലബ് അമേരിക്ക തന്നെയാണ്, അതിലൊരു കാര്യമില്ല. എന്നാലും ഇന്റർ മിയാമി ജയിച്ച് 2-2 സമനിലയിട്ട് പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് കളി ഇന്റർ മിയാമി ജയിച്ചത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇന്റർ മിയാമിയുടെ പുതിയ കീപ്പറാണ്. അദ്ദേഹം മികച്ച 2 ഷൂട്ട്, പെനാൽറ്റി ഷൂട്ട് സേവ് ചെയ്ത് ഒഴിവാക്കി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മിടുക്ക് കാരണമാണ് ഇന്റർ മിയാമിക്ക് ജയിക്കാൻ കഴിഞ്ഞത് ഷൂട്ടൗട്ടിൽ. അപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് ഒരു പങ്ക് ഗോൾ കീപ്പർക്കും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അദ്ദേഹം കാരണമാണ് ഇന്റർ മിയാമി ജയിച്ചത് തന്നെ. പിന്നെ ഇന്റർ മിയാമി 2 താരങ്ങൾ എടുത്ത ഷോട്ടൊക്കെ മേലോട്ട് പോയി. ഒരു 17 ലാസ്റ്റ് കളി കണ്ടവർക്ക് മനസ്സിലാവും. ലാസ്റ്റ് കിക്ക് എടുത്ത, ഫൈനൽ കിക്ക് എടുത്തത് 17-ാം വയസ്സുകാരനാണ് എടുത്തത്. അദ്ദേഹം അത് നല്ല ഫിനിഷിലൂടെ ഗോളാക്കി ഇന്റർ മിയാമി വിജയത്തിലെത്തിച്ചു. അദ്ദേഹം 17 വയസ്സുകാരനാണ് ലാസ്റ്റ് പെനാൽറ്റി അടിച്ചത്. അത് അദ്ദേഹം ഗോളാക്കി മിയാമിനെ വിജയത്തിലെത്തിച്ചു. അപ്പോൾ ഈ മെസ്സിയുടെ ഫസ്റ്റ് ഗോൾ നമുക്ക് കണ്ടിട്ട് വരാം അല്ലേ. Espacio y claridad en esa zona que la busca aprovechar. Ahora Messi la filtró para Alba. Jordi la va esperando Luis Suárez en el segundo palo. El trabajo defensivo es deficiente. Otra vez el servicio. Gol. ¡Gol! Allá va el cobro. La pelota viaja. ¡Bien! ¡Gol! എല്ലാരും കണ്ടല്ലോ മെസ്സിയുടെ ഗോള്, ഫസ്റ്റ് പ്രീ സീസൺ മാച്ചിലെ ഗോള് എല്ലാരും കണ്ടല്ലോ. ഒരു നല്ല ഹെഡർ ഗോളിലായിരുന്നു മെസ്സി ഹെഡ് ചെയ്ത് ഗോളാക്കിയിരുന്ന സുവാരസിന്റെ അസിസ്റ്റിലൂടെ. എല്ലാരും കണ്ടിട്ട് ലൈക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മെസ്സി ഫാൻസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ആ മെസ്സിയുടെ ആ രൂപത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? മെസ്സിയെ ആ രൂപത്തിൽ അതേ ഷേപ്പിൽ തന്നെ മെസ്സി, ആ മുഖത്തില് ആ മുടിയും നിങ്ങളെ മെസ്സി പണ്ടത്തെ ക്ലബിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെ, ബാഴ്സയില് അതേ ശൈലിയിൽ മെസ്സി ആ മുടിയൊക്കെ അങ്ങനെ ഇതാക്കിയിട്ട് മെസ്സി കളിച്ചിരുന്നു. എന്നിട്ട് മുടിയൊക്കെ ഇങ്ങനെ ആക്കുന്ന റീലൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ആ ശൈലിയിലാണ് ഇന്ന് ഇന്റർ മിയാമിക്ക് വേണ്ടി ഗോള് നേടി അദ്ദേഹം. അപ്പോൾ നമുക്ക് പഴയ ബാഴ്സയില് കളിച്ച മെസ്സിയെ ഓർമ്മ വരുന്നു. അപ്പോൾ എല്ലാ ഇന്റർ മിയാമിന്റെ ഗോളൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മെസ്സിന്റെ ഗോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റിൽ അറിയിക്കുക. മെസ്സി ഫാൻസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം എനിക്ക്, അതാണ് സന്തോഷം.
നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അതിയായ സന്തോഷമാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.